പ്രതീക്ഷയോടെ കാത്തിരുന്ന പല സിനിമകളും നിരാശപ്പെടുത്തുകയും, എന്നാൽ ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന ചെറിയ സിനിമകൾ വിജയം കൊയ്ത വർഷം കൂടിയാണ് 2024. ഒരുപക്ഷേ മലയാള സിനിമ തന്നെ മാറിപ്പോയി എന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത വർഷമാണ് 2024. 2024 എനിക്ക് പ്രിയപ്പെട്ട 5 സിനിമകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഒരുപാട് കാലമായി മലയാള സിനിമ മിസ് ചെയ്തൊരു ജോണറായിരുന്നു റോംകോം. ഒരു പ്രോപ്പർ റോംകോം. അതിനുള്ള ഏറ്റവും വലിയ ഉത്തരമായിട്ടായിരുന്നു പ്രേമലു എത്തിയത്. ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ നസ്ലൻ മമിത കോംബോയിലെത്തിയ പ്രേമലു. നസ്ലന്റെയും മമിതയുടെയും പെർഫോമൻസിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട 2 പേരുകൾ കൂടിയുണ്ട് ഈ സിനിമയിൽ. ശ്യാം മോഹൻ, സംഗീത് പ്രതാപ്. വിഷ്ണു വിജയുടെ ഗംഭീരൻ ട്രെൻഡി സോങ്സും ഈ സിനിമയ്ക്ക് മുതൽക്കൂട്ടായിരുന്നു. ഒരു ആവറേജ് എന്ന് പറയാൻ കഴിയുന്ന സ്ക്രിപ്റ്റിനെ ഗംഭീര പെർഫോമൻസ് കൊണ്ട് ഒരു കിടിലൻ സിനിമയായി എങ്ങനെ മാറ്റാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജെർമി സോൾണറിൻ്റെ റിബൽ റിഡ്ജ്. ഒരു റാംബോ സ്റ്റൈൽ സിനിമ എന്ന് വിളിക്കപ്പെടാവുന്ന ഈ സിനിമയിൽ ആരൺ പിയുടെ പെർഫോമൻസ് എക്സെപ്ഷണൽ ആയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ 2 ഉദാഹരണങ്ങളാണ് അയാളുടെ ഐഡന്റിറ്റി വില്ലന് മുമ്പിൽ റിവീൽ ചെയ്യുന്ന മൊമെന്റും, ഒരു സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും ഒരു ബുള്ളറ്റ് പോലും ചെലവാക്കാതെ ഡിസാം ചെയ്യുന്ന ഒരു ആക്ഷൻ സീക്വൻസും. വളരെ സിമ്പിളായ ഒരു സ്റ്റോറി നന്നായി നറേറ്റ് ചെയ്ത് ഗംഭീരമായ മേക്കിങ്ങിലൂടെ വിഷ്വൽസിലൂടെ പ്രസന്റ് ചെയ്തു എന്നുള്ളതും റിബൽ റിഡ്ജിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് ആണ്. കാണുന്ന പ്രേക്ഷകന് ഒരു സിനിമ എന്നതിനപ്പുറം ഒരു തെറാപ്പി ആയിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ് മെയ്യഴകൻ. രണ്ടേ രണ്ട് കഥാപാത്രങ്ങളുടെ സംസാരങ്ങളിലൂടെ, അവരുടെ ചിന്തകളിലൂടെ, അവരുടെ പ്രശ്നങ്ങളിലൂടെ മുഴുവൻ ഒരു 3 മണിക്കൂറോളം പ്രേക്ഷകന് ഒരു മുഷിപ്പും അനുഭവപ്പെടാതെ, ഒരു പ്രശ്നവും തോന്നാതെ കണ്ടിരിക്കാൻ കഴിയുക എന്നത് വളരെ അപൂർവമായ കാര്യങ്ങളിൽ ഒന്നാണ്. കാർത്തി, അരവിന്ദ് സ്വാമി, ശ്രീവിദ്യ, ഈ 3 പേരുടെ പെർഫോമൻസ് ആണ് പ്രേക്ഷകരെ അന്നും ഇന്നും മേഴകനെ ഓർത്തു വെക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം മേഴകൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. 2024 ഏറ്റവും മികച്ച തമിഴ് സിനിമ എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന, അതിന് മാത്രം അവകാശപ്പെടുന്ന സിനിമയാണ് ലബ്ബർ പന്ത്. മഹേഷിന്റെ പ്രതികാരം പോലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന വളരെ സിമ്പിളായ ഒരു സ്റ്റോറി. ആ സ്റ്റോറിയിലേക്ക് ഇവിടെ പലരും ഏച്ചുകെട്ടി അല്ലെങ്കിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന പല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും ഡയലോഗിലൂടെ അല്ലെങ്കിൽ സീനിലൂടെ വളരെ സിമ്പിളായി സംവദിക്കുന്നുണ്ട്. 2 പേരുടെ എക്സെപ്ഷണലായ പെർഫോമൻസ് കൂടി ഈ സിനിമ സാക്ഷിയാകുന്നുണ്ട്. ഗത്ത്, ദിനേശ് ആൻഡ് സ്വാസിക. രണ്ടിൽ ആരാണ് മികച്ചതെന്ന് പറയാൻ കഴിയാത്ത വിധം അവരുടെ കെമിസ്ട്രി, അവരുടെ ഡയലോഗ്, അവരുടെ പെർഫോമൻസ് എല്ലാം പ്രേക്ഷകന്റെ മനസ്സിൽ ഇടം പിടിക്കുന്നുണ്ട്. ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ കോളിവുഡ് തന്നെ പ്രതീക്ഷയാകുന്നുണ്ട് തമിഴരസൻ പച്ചമുത്തു എന്ന സംവിധായകൻ. ഒരു പ്രതീക്ഷയുമില്ലാതെ തിയേറ്ററിലേക്ക് ചെന്ന പ്രേക്ഷകന് ചിക്കൻ ബിരിയാണി കിട്ടിയ ഫീൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ഗംഭീര സിനിമയാണ് 2024 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, കിഷ്കിന്ധാകാന്ഡം. ഒരുപക്ഷെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും അണ്ടർറേറ്റഡ് ആക്ടറായ ആസിഫ് അലിയുടെ ഏറ്റവും മികച്ച കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കിഷ്കിന്ധാകാന്ഡം. അതൊരു നടന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രം എടുത്തു പറയപ്പെട്ട സിനിമയല്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റും, സംവിധാനം മുതൽ ഇങ്ങ് താഴെ വരുന്ന മുഴുവൻ ഡിപ്പാർട്ട്മെന്റിലും 100ൽ 100 മാർക്ക് കൊടുക്കാൻ കഴിയുന്ന സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. വിജയരാഘവൻ എന്ന സീനിയർ ആക്ടർ, ആസിഫ് അലി എന്ന യുവനടൻ, ഈ 2 പേരുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസിനാണ് കിഷ്കിന്ധാകാന്ഡം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ക്യാമറാമാൻ കൂടിയായ സ്ക്രിപ്റ്റ് റൈറ്റർ ബാഹുൽ രമേശിന്റെ സ്ക്രിപ്റ്റാണ്. 2024 ഞാൻ കണ്ട സിനിമകളെ വെച്ച് ആധാരമാക്കിയാണ് ഞാൻ ഈ 5 സിനിമകൾ തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ ഞാൻ കാണാതെ പോയ സിനിമകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഉണ്ടാവാം. ചിലപ്പോൾ അവയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകാം, ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കാം. അതുകൊണ്ട് തന്നെ 2024 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം.